ഇന്നിവിടെ ഒരു അച്ചാർ ഉണ്ടാക്കിയാലോ? അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാങ്ങ കൊണ്ടുവന്ന കപ്പായി മാങ്ങയാണിത്. ഇളയ കപ്പായി മാങ്ങയാണ്. അതിൽ അണ്ടി ഇതിൻ്റെ ഉള്ളിലുള്ള ഇതൊന്നും പോക്കിയിട്ടില്ല. അതാ ഇത് കഴിക്കുന്നൊക്കെ എല്ലാവരും പറയുക. അണ്ടി കൂട് തട്ടിയിട്ടില്ല. എന്നാലും വേണ്ടില്ല, അത് മുറിച്ചിട്ടിട്ട് അതിലേക്ക് ഞാൻ ഉലുവയും ഉപ്പും എല്ലാം കൂടെ കൂട്ടി തിരുമ്പി ഒന്ന് വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്ത് അതിൽ വെള്ളം വറ്റിപ്പോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവച്ചാൽ ഇനി ഞാൻ അച്ചാർ ഇടാൻ പോവുകയാണ്. അച്ചാർ വേണ്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തീ കൊളുത്തട്ടെ. അതിൽ എണ്ണ ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ആ എണ്ണ മതി. അതിലേക്ക് കുറച്ചും കൂടി ഇത്തിരിയും കൂടി ഞാൻ ഒഴിച്ചവിടെ വെച്ചതാണ്. ഇനി അത് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിടാം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതിക്കിയതാണിത്. അപ്പോൾ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കടുകിടുക. കടുകിട്ട് പൊട്ടി വരുമ്പം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി കൂടെ ചതുക്കിയെടുത്തത് അതിലേക്ക് ഇടാം. ചെറുതായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ വെള്ളം വറ്റി വരട്ടെ. എന്നാലേ ഉള്ളൂ അത് നല്ലൊരു ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കലുണ്ട്, നിങ്ങളൊക്കെ കാണാറുണ്ട്. അതുകൊണ്ട് ഇന്ന് സ്പെഷ്യലായിട്ടുള്ളതാണ് ഒന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. കാരണം ഞാൻ ഇന്ന് ആ വെയിലത്ത് വെച്ച് ഞാൻ ചെറുതായിട്ട് ഉണക്കി വരുമ്പോൾ സമയത്ത് അതിലേക്ക് ഞാൻ ഉപ്പും പിന്നെ ഉലുവയും കൂടെ വറുത്ത് പൊടിച്ചിട്ട് അതിലേക്കിട്ട് തുരുമ്പി വെച്ചതാണ്. എന്നാൽ പിന്നെ ഈ കഷ്ണത്തുമ്മിലേക്ക് നല്ലോണം പിടിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് വെള്ളം വറ്റി വരുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളീൻ്റെ വെള്ളം നല്ലോണം ഒന്ന് പൊട്ടിത്തെറിച്ച് പോകണം. അതിലേക്ക് നമ്മൾ കറിവേപ്പില കുറച്ചിടാം. പിന്നെ ഞാൻ മാങ്ങ ഒന്നും കൂടി ഇന്നിപ്പോൾ എൻ്റെ മാവിൻ്റെ ചോട്ടിൽ നിന്ന് കിട്ടി. അങ്ങനത്തെ ഇളയ മാങ്ങയാണ് ഞാൻ എടുത്തത്. ആ മാങ്ങ ഞാൻ എന്ത് ചെയ്ത് അതും കൂടെ ഞാൻ മുറിച്ചിട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇതെനിക്ക് വെയിലത്ത് വെച്ച് ഉണക്കാൻ കഴിഞ്ഞില്ല. ഇത് ഞാൻ ഇതിലേക്ക് ഇട്ടൊന്ന് വാട്ടുകയാണ് ആദ്യം. ഇത് ഞാൻ വെയിലത്ത് വെച്ച് ഒന്ന് വെള്ളം വറ്റിച്ചിട്ടാൽ അപ്പോൾ ആ വെള്ളം ഇതിൽ നിന്ന് വറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ ആദ്യം തന്നെ ഇതിലേക്ക് ഇട്ടത്. അതിപ്പോൾ ആ മാങ്ങ വെറുതെ പോക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊന്ന് വെള്ളം വറ്റി വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് മാങ്ങ ഉണ്ടാക്കാറുണ്ട്. എന്നാലും നമുക്കിങ്ങനെ അച്ചാർ കഴിയുന്നതിനനുസരിച്ച് എന്തായാലും ഉണ്ടാക്കണമല്ലോ. അച്ചാറിലേക്ക് അധികം വേറെ കെമിക്കലൊന്നും ഒന്നും കൂട്ടണ്ടാവും. സുർക്ക ഈ കേട് വരാതിരിക്കാൻ വേണ്ടി കുറച്ച് സുർക്ക കൂട്ടുക, അത്ര മാത്രം മതി. ഇനി നമ്മൾ ഈ മാങ്ങയും കൂടെ ഇതിലേക്ക് ഇടുക. ബാക്കിയുള്ള കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇടാം. കുറച്ച് ഉലുവപ്പൊടി ഞാനത് പൊടിച്ച് ഇതിൽ മാങ്ങയിട്ടാൻ ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇടാം. എന്നിട്ട് നമ്മൾ കുറച്ച് മുളകും പൊടി ഇടുന്നു. നല്ലോണം ഇളക്കണം. ഞാൻ ഇതിൽ അധികം വെള്ളം തന്നെ ചേർത്താറില്ല. വെള്ളം ചേർത്തിയാൽ മാങ്ങ ചിലപ്പം കേട് വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. ഇളക്കുന്നതിന് മുന്നേ നമുക്ക് ഒരു കുറച്ച് സുർക്കി ഒഴിക്കാം. തോനെ ഒഴിക്കണ്ട, വയറിനൊന്നും പറ്റൂലല്ലോ. ഒരു 2 സ്പൂണ് കേട് വരാതിരിക്കേണ്ട. അതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കര ഇടണം. ശർക്കര
ഇനി ഉപ്പ് ഞാൻ മാങ്ങയിൽ ആദ്യം ഇട്ടതാണ്. അതിൽ പോരെങ്കിൽ കുറച്ചും കൂടി വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഉപ്പ് മാങ്ങയിലൊക്കെ നല്ലോണം വേണമല്ലോ, അതും കൂടെ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് കുറച്ച് കാശ്മീരി പൊടി, മുളകും പൊടി, ഇതാ കാശ്മീരി, അത് നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇരുവിന് കുറച്ച് നമ്മൾ മുളക് കൂട്ടിയല്ലോ. അപ്പോൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീ കുറച്ചിട്ടുണ്ട്. നല്ല സ്പെഷ്യൽ അച്ചാർ അതൊക്കെ. കാരണം ഇത് കുറച്ച് കഴിയുമ്പോൾ കുപ്പിയിലാക്കി വെച്ചിട്ട് ഇങ്ങനത്തെ ഈ ഉപ്പിട്ടേക്കുന്ന ഇങ്ങനത്തെ വലിയ കുപ്പി വേണം. ആ കുപ്പിയിലാകുമ്പോൾ നമുക്ക് കുറേ ദിവസത്തേക്ക് വെച്ചിട്ട് 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോൾ ആ കുപ്പിയിൽ നിന്ന് ഓരോരോ കഷ്ണോ 2 കഷ്ണോ ചോറിനോ ചപ്പാത്തിക്കോ ഒക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് എനിക്ക് വായിൽ നിന്ന് വെള്ളം തന്നെ വരുന്നു അപ്പം തന്നെ. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് നമുക്ക് കഴിക്കാം. അച്ചാർ ഇവിടെ റെഡിയായി അതല്ലേ, നല്ല അച്ചാർ. ഇനി എണ്ണ മാത്രമേ ഞാൻ ഒഴിച്ചുള്ളൂ. ആ സുറുക്ക ഒരു 2 സ്പൂൺ ഒഴിച്ചിട്ടേ ഉള്ളൂ. ഇനി നമുക്കിതിങ്ങനെ ഒന്ന് ചൂടാറി കഴിഞ്ഞിട്ട് വേണം കുപ്പിയിലേക്കാക്കി വെക്കാൻ. എന്നാൽ നമ്മൾ വറുത്ത് വരട്ടി വെച്ചോണുള്ള അച്ചാറായിരിക്കും. പക്ഷെ നല്ല ടേസ്റ്റുകൾ ഉണ്ടാവും. എടുത്ത് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് വെയിലത്തേച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം വറ്റിച്ച് വന്നതാണല്ലോ, അപ്പോൾ അധികം വെള്ളം ഇതിലുണ്ടാവില്ല. അതുകൊണ്ട് പിന്നെ ഇതിന് വെള്ളം ഇറങ്ങാൻ തന്നെ ഇല്ല, തീരെ വെള്ളം ഇറങ്ങൂല, അങ്ങനെ തന്നെ നിൽക്കും അച്ചാർ. സാധാരണ നമ്മൾ അച്ചാറിട്ടുണ്ട് വെച്ചാൽ വെള്ളം ഇറങ്ങലുണ്ടല്ലോ മാങ്ങേൻ്റെ ഉള്ളിൽ നിന്ന്. റെഡിയായി അച്ചാർ ഇവിടെ. ശരി, ഓക്കെ. എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം. ഓക്കെ.